ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്, പിന്നെ ലിമിറ്റേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റെസിഡൻറ്റ് ഓഫ് വൺ കൺട്രി acquires the ownership of assets for the purpose of controlling the production, distribution, and other productive activities of an enterprise in another country. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തെ ആൾക്കാർ വേറൊരു രാജ്യത്ത് അസറ്റുകൾ ഓൺ ചെയ്യുവാണ്. പർപ്പസ് എന്താണ്? അവിടുത്തെ പ്രൊഡക്ഷനോ ഡിസ്ട്രിബ്യൂഷനോ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേസിക്കലി ഒരാൾ വേറെ സ്ഥലത്ത് പോയിട്ട് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ് പറയുക. അത് അവിടെ പോയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു വഴി, ഇനി അവിടെ അത് ചെയ്യുന്ന ആൾക്കാരിലൊരു ഓണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിനെ പറയുന്നത് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. ഇനി അതല്ല, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനികളിൽ നമ്മൾ പോയിട്ട് മാർക്കറ്റിലെ വഴി പാർട്ടിസിപ്പേഷൻ നടത്തുവാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിലായിരിക്കും പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അത് ഹോസ്റ്റ് എക്കോണമിയെ ഗ്ലോബൽ മാർക്കറ്റായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ഹോസ്റ്റ് എക്കോണമി ആരാണ്, ഹോം എക്കോണമി ആരാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. ഹോസ്റ്റ് എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്കാണോ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനെ ഹോസ്റ്റ് എക്കോണമി എന്നാണ് പറയുക. ഹോസ്റ്റ് എക്കോണമി എവിടെ നിന്നാണോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അതിനെ ഹോം എക്കോണമി അല്ലെങ്കിൽ ഹോം കൺട്രി എന്നാണ് പറയുക. അപ്പോൾ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു കഴിയുമ്പോൾ ആ എക്കോണമിയെ ഗ്ലോബൽ മാർക്കറ്റുകളായിട്ട് കണക്ട് ആവും. പിന്നെ പലപ്പോഴും ക്യാപിറ്റൽ സ്കേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരു മേജർ സോഴ്സ് ഓഫ് ക്യാപിറ്റലായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്തോറും, പ്രത്യേകിച്ചും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്തോറും ആ രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ലാർജർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലോ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്കണോമിക് ഗ്രോത്ത് പെട്ടെന്ന് കൂട്ടാൻ പറ്റും. അങ്ങനെ ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ. നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗ്രോത്ത് എൻഷുർ ചെയ്യാനായിട്ട് പറ്റിയത്. ആ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളിലേക്കുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അത് ഇൻഇഫക്റ്റീവ്ലി ഇംപ്രൂവ് ദെയർ ട്രേഡ്, ആ ട്രേഡ് റിലേഷൻസ് ബെറ്റർ ആക്കി മാറ്റും. ദെൻ പലപ്പോഴും ഈ പറയുന്ന ആൾക്കാർ കൊണ്ടുവരുന്നത് നല്ല ടെക്നോളജീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ടെക്നോളജികൾ മാറി പുതിയ പുതിയ ടെക്നോളജികൾ വരും. നമ്മളിവിടെ 2G മാറി 3G, പിന്നെ 4G, ഇപ്പോൾ 5G വരുന്നത് പോലെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതെല്ലാം പുറമേ നിന്നുള്ള ആ ഒരു ടെക്നോളജി ട്രാൻസ്ഫറിലൂടെ സംഭവിച്ചതാണ്. ദെൻ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂടും. കാരണം വരുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ പൈസയുണ്ട്. സോ ദേ വാണ്ട് മോർ എഫിഷ്യൻസി. അപ്പോൾ ഗ്രേറ്റർ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. പിന്നെ ബിസിനസ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ പലപ്പോഴും കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ആൾക്കാർ ചെയ്യാറുണ്ട്. പിന്നെ പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് ആൻഡ് ഗ്രേറ്റർ എഫിഷ്യൻസി ഇൻ ഹോസ്റ്റ് കൺട്രി. പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ വന്നു കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ വന്നു കഴിയുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയി പറ്റും. അപ്പോൾ ദാറ്റ് വിൽ ലീഡ്സ് ടു ഗ്രേറ്റർ എഫിഷ്യൻസി. ദെൻ ഒരു രാജ്യത്തേക്ക് FDI വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിലുണ്ടാവുന്ന മറ്റുള്ളവർക്കുള്ള കോൺഫിഡൻസ് കൂടും. കാരണം പുറമേ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരിക്കും എന്നാണ് പെർസീവ് ചെയ്യുക. അപ്പോൾ ആ രാജ്യത്തിലുള്ള കോൺഫിഡൻസ് നല്ല രീതിയിൽ വർദ്ധിക്കും.
ദെൻ റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഷിഫ്റ്റ് ചെയ്യും ഫ്രം ഡൊമസ്റ്റിക് ടു ഫോറിൻ ഇൻവെസ്റ്റർ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ അത്രയും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് മടിയുണ്ടാവും. അപ്പോഴായിരിക്കും പുറമേ നിന്ന് കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. അവരിവിടെ വന്ന് ആ പൈസ ഇടുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് മാറും. ദെൻ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം റീപേയ്മെന്റ് നടത്തിയാൽ മതി. കാരണം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ റീപാട്രിയേറ്റ് ചെയ്ത് പോകും. പിന്നെ തിരിച്ചു പോകുന്ന റീപാട്രിയേഷൻ എന്നാ പറയുക. ആ റീപാട്രിയേഷൻ പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദെൻ ടെക്നിക്കൽ ആയിട്ടുള്ള നോഹോ പലപ്പോഴും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പുറമേ നിന്നുള്ള ബിസിനസ്സുകൾ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ടെക്നോളജികൾ പര്യാപ്തമല്ല എന്നാണ് അവർക്ക് തോന്നുന്നെങ്കിൽ ദേ വിൽ ബ്രിങ് ദെയർ ഓൺ ടെക്നോളജി. അല്ലെങ്കിൽ അതെവിടെ നിന്നെങ്കിലും അവർ അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പുതിയ പുതിയ ടെക്നോളജീസ് പലപ്പോഴും ഇവിടെ വരുന്നതിന് ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണമാവാറുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ വരുമ്പോൾ പുതിയ ബിസിനസ്സുകൾ വരും. ആ ബിസിനസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെയും ബിസിനസ്സുകൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് ബിസിനസ് അവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്. ദെൻ പലപ്പോഴും പല ഇൻവെസ്റ്റേഴ്സിനും ഇവിടെ വന്നിട്ട് നല്ല അനുഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. അപ്പോൾ പ്രോഫിറ്റ്സ് പലപ്പോഴും റീ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും ഗ്രോത്തിലേക്കാണ് പോകുന്നത്. ദെൻ പലപ്പോഴും എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിന്റെ ഒരു സോഴ്സ് ആയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് മാറാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹോസ്റ്റ് കൺട്രിക്ക് മറ്റ് രാജ്യങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബാങ്കുകളുടെ അടുത്ത് പോയിട്ട് കടം ചോദിക്കേണ്ട കാര്യമില്ല. ദേ ഹാവ് മണി വിത്ത് ദം ഈവൻ ഫ്രം ഫോറിൻ. പലപ്പോഴും ഈ ലീസ്റ്റ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് വളരാനായിട്ട് ഹെൽത്തി വേയിൽ എക്കണോമിക് ഗ്രോത്ത് നടത്താനായിട്ട് ഉള്ള ഒരു എളുപ്പമുള്ളൊരു മാർഗം കൂടിയാണ് ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ളത്. ദെൻ ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണുള്ളത്. ഒരു കോയിൻ പോലെ തന്നെയാണ്, രണ്ട് സൈഡും ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പലപ്പോഴും ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിന്. ഈ പറയുന്ന ആൾക്കാർ വളരെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പലപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിനെ തടസ്സപ്പെടുത്തിയിട്ടായിരിക്കും വരിക. ലോക്കൽ ആയിട്ടുള്ള പല ബിസിനസ്സുകളും പുറമേ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞുമ്പോൾ പൂട്ടിച്ചു കളയാനുള്ള ഒരു പ്രവണത പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ കാര്യം പൊളിറ്റിക്കൽ റിസ്ക്. വേറെ ഒന്നും വേണ്ട, നമ്മളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുക. നമ്മുടെ ഇവിടെ വന്നേക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻവെസ്റ്റേഴ്സും ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസ്, ബ്രിട്ടീഷേഴ്സ് എല്ലാവരും ആദ്യം വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു. സോ ദേ ഇൻവെസ്റ്റഡ് ഹിയർ. പക്ഷെ കാലക്രമേണ എന്ത് സംഭവിച്ചതാണ്? അവരിവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ കീഴടക്കി കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആസ് എ ഫോറിൻ ഇൻവെസ്റ്റർ ഈ രാജ്യത്ത് ഉണ്ടാവുന്ന പ്രോബ്ലംസ് അവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിസ്ക് പലപ്പോഴും അവർ ഫേസ് ചെയ്യാം. ഇപ്പോൾ വാർ നടക്കുന്ന രാജ്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ശരിക്കും പൊളിറ്റിക്കൽ റിസ്ക് ആണ്. അവിടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വിളിച്ച് നിൽക്കണം വാട്ട് ഹാപ്പൻഡ് എന്നുള്ള മട്ടിൽ. ദെൻ എക്സ്ചേഞ്ച് റേറ്റിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ചിന് പറ്റും. ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാനായിട്ട് അവർ ഇഫക്റ്റ് ചെയ്യും. ദെൻ പലപ്പോഴും ഹോസ്റ്റ് കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുഴപ്പമില്ല, അത് തിരിച്ചു പോകുമ്പോൾ റീപാട്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും അത് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ പൈസ ഇവിടെ നിൽക്കേണ്ടതല്ല, ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ള കാരണം കൊണ്ട്. ഒരു എക്സ്പോർട്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ദാറ്റ് ഷുഡ് ബി റീപെയ്ഡ്. ദെൻ എക്കണോമിക് വയബിലിറ്റി. പലപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എക്കണോമിക്കലി വയബിൾ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം അവർ പുറമേ നിന്നുള്ള ആൾക്കാരാണ്. ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും വയബിലിറ്റി ടെസ്റ്റിംഗ് എല്ലാം ഇവിടെ വന്ന് അനുഭവിച്ചു കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ആ എക്കോണമി അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി, ആ ഒരു ബിസിനസ് വളരെ മോശമായിരുന്നു എന്നുള്ളത്. ദെൻ പലപ്പോഴും ഡെവലപ്മെന്റ് പാറ്റേണെ അവർ ഡിസ്റ്റോർട്ട് ചെയ്യും. കാരണം അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ദേ ആർ ലുക്കിംഗ് ഫോർ പ്രോഫിറ്റ്സ്.
പക്ഷെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് കൂടി ആദ്യം മുന്നിൽ വെക്കും, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ അവർ പ്രിഫർ ചെയ്യുള്ളൂ. ദെൻ കോളനൈസേഷൻ, പുതിയ തരത്തിലുള്ള കോളനൈസേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം, നമ്മുടെ ഇവിടെ നടക്കുന്ന ഇ കോമേഴ്സ്, മേജർ ആയിട്ടുള്ള എല്ലാ ഇ കോമേഴ്സ് ഇൻഡസ്ട്രികളും ഹോൾഡ് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് അവർ പാറ്റേൺ ഓഫ് പർച്ചേസസ്. സ്വാഭാവികമായിട്ടൊരു കൾച്ചറൽ ട്രാൻസിഷൻ നടക്കാം, പല തരത്തിലും എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കാം, പ്രൈസിങ്ങിന്റെ കാര്യത്തിലും എല്ലാം. സോ ദേ ക്യാൻ, അവരൊരു മോണോപ്പൊളി അല്ലെങ്കിൽ മോണോപോളിസ്റ്റിക് ടെൻഡൻസി പലപ്പോഴും അവിടെ കാണിക്കാറുണ്ട്. അതെല്ലാം കോളനൈസേഷന് വഴിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.